രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് പമ്പയിലെത്തി. സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. പ്രതിസന്ധിയുടെ ഒരു വിഷയമില്ല. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അയ്യപ്പ ഭക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം 24 വാർത്തയ്ക്ക് പിന്നാലെ പിൻവലിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത്, അതിനിടയിൽ ഇനി സംഗമത്തിലേക്ക് മണിക്കൂറുകളുടെ മാത്രം ദൂരമാണുള്ളത്. മുഖ്യമന്ത്രി പമ്പയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ? ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിൽ? MG പ്രതീഷ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പ മണപ്പുറത്ത് നടക്കുന്നത്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തിയത്. ഈ പമ്പയിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിച്ചത്. ഇവിടെ മരാമത്ത് ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. നാളെ 6 മണിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. അതിന് മുന്നോടിയായുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അയ്യപ്പ സംഗമം നടക്കുന്ന പ്രധാന വേദിയായ തത്വമസിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നാളത്തേക്കുള്ള ട്രയലുകളൊക്കെ തന്നെ ഈ സംഘാടകർ നടത്തുകയാണ്. ഒപ്പം നാളെ രാവിലെ 6 മണിക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. നേരത്തെ തന്നെ ഈ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്രോസ് ചെക്ക് ചെയ്തായിരിക്കും ഈ വേദിയിലേക്ക് ഈ പ്രതിനിധികളെ കയറ്റിവിടുക. 9:30 തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. നേരത്തെ നിരവധി ആളുകളെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ആളുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. പക്ഷേ തമിഴ്നാട് നിന്നുള്ള 2 മന്ത്രിമാരാണ് പ്രധാനമായും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള മന്ത്രി എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ആ 2 പേരും അസൗകര്യം പറഞ്ഞ് അവസാന നിമിഷം ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഈ അയ്യപ്പ സംഗമം വലിയ വിജയമാകും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും ഉള്ളത്. പ്രധാനമായും 3 വിഷയങ്ങളിൽ നാളെ ചർച്ച നടക്കും. അത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരിക്കും ആദ്യ ചർച്ച നടക്കുക. പിന്നീട് സ്പിരിച്വൽ ടൂറിസം ആയിരിക്കും രണ്ടാമത്തെ വിഷയം. മൂന്നാമത് ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കും. നാളെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഈ തീർത്ഥാടകർക്ക് ചെറിയ തോതിലെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 20,000 തീർത്ഥാടകരെയാണ് നാളെ അയ്യപ്പ സംഗമ ദിവസം ദർശനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ തീർത്ഥാടകരെ ഒന്നും തന്നെ തടയില്ല എന്നുള്ള ഒരു നിലപാട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.